6 മാസം മാത്രം പ്രസിദ്ധീകരിച്ച ഒരു വാരിക. അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ കോലാഹലങ്ങൾക്ക് ഇന്നും അവസാനമില്ല. 1971 തൃശ്ശൂരിൽ നിന്ന് 21-കാരൻ TA രാജേന്ദ്രൻ പ്രസിദ്ധീകരിച്ച വാരികയായിരുന്നു നവാബ്. നവാബ് പുറത്തു കൊണ്ടുവന്ന 10-ലേറെ വാർത്തകൾ പിന്നീട് വർഷങ്ങളോളം മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രധാന വാർത്തയായത് ചരിത്രമാണ്. സർക്കാരുകൾക്കെതിരെ TA രാജേന്ദ്രൻ നൽകിയ ഹർജികൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പല പ്രമുഖരുടെയും തോൽവിക്ക് പോലും കാരണമായി. നവാബ് രാജേന്ദ്രൻ നടത്തിയ പ്രധാനപ്പെട്ട വ്യവഹാരങ്ങൾ തന്നെ 1 ഡസനിലേറെ വരും. അടിയന്തരാവസ്ഥയിലെ പോലീസ് മർദ്ദനത്തിനെതിരെ നടത്തിയ കേസുകളിൽ നിരവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിചാരണ നേരിട്ടു. രാജന്റെ തിരോധാന കേസിൽ പിതാവ് ഈച്ചര വാര്യർ നടത്തിയ കേസിനൊപ്പം രാജേന്ദ്രന്റെ കേസും നിർണായകമായി. അന്ന് ക്രൈംബ്രാഞ്ച് DIG ആയിരുന്ന ജയറാം പടിക്കലിനെതിരെ മാത്രം 9 കേസുകളാണ് നവാബ് രാജേന്ദ്രൻ നടത്തിയത്. പൊതു താൽപര്യ ഹർജികളിൽ കരുണാകരൻ മന്ത്രിസഭയിൽ MP ഗംഗാധരൻ ജലവിഭവ മന്ത്രിയായിരുന്ന കാലത്തെ പൈപ്പ് ഇറക്കുമതി, മന്ത്രിയുടെ മകളുടെ വിവാഹം പ്രായപൂർത്തിയാകും മുൻപ് നടത്തി എന്ന കേസ്, EK നായനാർ മന്ത്രിസഭയുടെ കാലത്ത് ചീഫ് വിപ്പായിരുന്ന TK ഹംസ വ്യവസായിക്കൊപ്പം കാറിൽ യാത്ര ചെയ്തെന്ന കേസ് തുടങ്ങിയവ മാസങ്ങളോളം കേരളത്തിലെ പത്രങ്ങളുടെ 1-ാം പേജിൽ നിറഞ്ഞു നിന്നു. പോലീസ് ഉദ്യോഗസ്ഥരിൽ ജയറാം പടിക്കൽ മാത്രമായിരുന്നില്ല നവാബിന്റെ വ്യവഹാരങ്ങളുടെ മൂർച്ചയറിഞ്ഞത്. DGP KJ ജോസഫ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് എന്നിവർക്കെതിരെയും കേസുകൾ കൊടുത്തു. ഇന്ത്യയുടെ ഫീൽഡ് മാർഷൽ സാം മനേക്ഷ കൊച്ചിയിൽ വന്നപ്പോൾ വാഹനം ട്രാഫിക് നിയമം ലംഘിച്ചതിനും നവാബ് രാജേന്ദ്രൻ കേസ് കൊടുത്തു. നവാബ് രാജേന്ദ്രനെ പോലെ ഒരാൾ ഇപ്പോഴില്ലല്ലോ എന്ന് നമ്മളെല്ലാവരും, നവാബിനെ അറിയാവുന്ന എല്ലാവരും വിചാരിക്കുന്നൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നാട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അഴിമതി, മറ്റ് പ്രശ്നങ്ങൾ, സ്വജനപക്ഷപാതം, സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രസ്താവന ഇറക്കാൻ ധാരാളം ആളുകളുണ്ട്. നവാബ് രാജേന്ദ്രൻ ഒരിക്കൽ പോലും പ്രസ്താവന ഇറക്കിയിട്ടില്ല. അദ്ദേഹം ആരെയെങ്കിലും പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടില്ല. അദ്ദേഹം നിയമത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രമാണ് പോയിട്ടുള്ളത്. ഒടുവിൽ നവാബിനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാർ തന്നെ ഹർജി നൽകിയെങ്കിലും ഹൈക്കോടതി തള്ളി. KV കുഞ്ഞിരാമ പൊതുവാൾ എന്ന ആദ്യകാല മാധ്യമപ്രവർത്തകന്റെ മകനായ TA രാജേന്ദ്രൻ 21-ാം വയസ്സിൽ ആരംഭിച്ച നവാബ് എന്ന മാസിക 6-ാം മാസം പൂട്ടിയതിന് കാരണവും പോലീസായിരുന്നു. ആഭ്യന്തരമന്ത്രി K കരുണാകരന്റെ PA ആയിരുന്ന ഗോവിന്ദൻ തട്ടിൽ എസ്റ്റേറ്റ് മാനേജർ ജോണിന് 15,000 രൂപ ആവശ്യപ്പെട്ട് കത്തയച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് നടത്തിയ റെയ്ഡിലും കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിലുമാണ് സ്ഥാപനം തകർക്കപ്പെട്ടത്. സ്ഥാപനം പ്രവർത്തിച്ചില്ലെങ്കിലും പിന്നെയുള്ള 3 പതിറ്റാണ്ട് നവാബ് എന്ന പേരിൽ തന്നെ TA രാജേന്ദ്രൻ അറിയപ്പെട്ടു. ഇലക്ഷൻ ഡെസ്ക് 24.